ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ഇനിയിപ്പോ വേണ്ട ഏട്ടാ, എത്ര കടയായി കയറുന്നു, അവളോട് പറയാം. ബൈക്ക് നിർത്തിയപ്പോൾ ലക്ഷ്മി കണ്ണനോട് പറഞ്ഞു, സാരമില്ലടി, ഇവിടെയും കൂടി ഒന്ന് നോക്കാം, ഇവിടെ കാണാതിരിക്കില്ല, ഒരു ചെറിയ കാര്യമല്ലേ അവള് പറഞ്ഞേ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ വേഗം പോയിട്ട് വന്നോളാം. ഇതിന് മറുപടിയായി ലക്ഷ്മി പറഞ്ഞു, പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളിക്കോ, രണ്ടും പെൺകുട്ടികളാ, ഇപ്പൊ തന്നെ പറയുന്നത് മുഴുവൻ സാധിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. ലക്ഷ്മിയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് കണ്ണൻ സൂപ്പർ മാർക്കറ്റിന്റെ പടികൾ ഓടിക്കയറുന്നത് ലക്ഷ്മി പുഞ്ചിരിയോടെ നോക്കി നിന്നു. അവരുടെ മക്കൾ, ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവളുടെ കൂട്ടുകാരി അവളുടെ പിറന്നാൾ ദിവസം ക്ലാസ്സിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ചേച്ചിക്കും കൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹം. അതിന്റെ കവർ കണ്ണന്റെ കയ്യിൽ കൊടുത്ത് ഇന്ന് വാങ്ങിയിട്ട് വരാമെന്ന് സത്യം ചെയ്യിച്ചിരിക്കുകയാണ്. ആ ചോക്ലേറ്റിന് വേണ്ടിയാണ് അയാൾ കട മുഴുവൻ കയറുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന ഉറപ്പോടു കൂടിയാണ് അയാൾ ഇവിടെ ബൈക്ക് നിർത്തിയത്. ചോക്ലേറ്റ് സെക്ഷനിൽ ഓരോ ചോക്ലേറ്റും കയ്യിലേക്ക് ഇട്ട് വെച്ച് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അതേ മിഠായി ഒരു ഓരത്തിരിക്കുന്നത് കണ്ണൻ കണ്ടത്. അയാൾ ഒന്ന് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ആ ബോക്സ് കയ്യിലെടുക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ തെളിഞ്ഞത് മുമ്പിലെ 2 പല്ലില്ലാത്ത മകളുടെ മുഖത്തെ പുഞ്ചിരിയായിരുന്നു. ബോക്സുമായി ബിൽ സെക്ഷനിലേക്ക് നടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തു നിന്നും റാക്കിലെ സാധനം എടുത്ത ഒരു സ്ത്രീ പാസേജിലേക്ക് വന്നതും അവർ തമ്മിൽ കൂട്ടിയിടിച്ചതും. രണ്ടാളും പരസ്പരം കണ്ടില്ലായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ഒരു വലിയ ശബ്ദത്തോടെ താഴെ വീണു. വീഴാൻ തുടങ്ങി അവരെ കണ്ണൻ താങ്ങി പിടിച്ചു. ശബ്ദം കേട്ടതുകൊണ്ടാവാം സൂപ്പർ മാർക്കറ്റിലുള്ള സകലരും അങ്ങോട്ട് നോക്കി. അവരെ പിടിച്ചു നേരെ നിർത്തി കണ്ണൻ പറഞ്ഞു, സോറി, ഞാൻ കണ്ടില്ലായിരുന്നു, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? പക്ഷെ കണ്ണൻ പ്രതീക്ഷിച്ച ഒരു മുഖഭാവമായിരുന്നില്ല അവർക്ക്. മനഃപൂർവ്വം വന്ന് ഇടിച്ചിട്ട് സോറി പറയുന്നോ? ഇത്തിരി തൊലിവെളുപ്പും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളും കണ്ട സകലവന്മാരും തോന്നുന്ന ഒരു ഏനക്കേടായത്. തനിക്ക് നാണമുണ്ടോടോ? കണ്ടാൽ എന്തൊരു മാന്യൻ, ഇതാണ് കയ്യിലിരിപ്പ്. തന്നെ പോലുള്ളവന്മാർ കാരണം എന്നെ പോലത്തെ പെണ്ണുങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. അവർ ഭയങ്കര ശബ്ദത്തിൽ ഇത്രയും പറഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാരെല്ലാം അവരുടെ ചുറ്റും കൂടി. അതിനിടയിൽ നിന്ന് ഒരു ആള് വിളിച്ചു പറഞ്ഞു, ഇവനെ പോലുള്ളവരാണ് ഞങ്ങളെ പോലുള്ളവന്മാരുടെ പേര് പോലും കളയുന്നത്. അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്തവൻ. ഇവനെയൊക്കെ കൈകാര്യം ചെയ്തു വിടുകയാണ് വേണ്ടത്. ഇത്രയും കേട്ടപ്പോഴും കണ്ണൻ അപമാനം കൊണ്ട് തളർന്നു പോയിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായപ്പോൾ ആ സ്ത്രീക്ക് കുറച്ചുകൂടി ധൈര്യമായി. തനിക്ക് അത്രയ്ക്ക് അസുഖം കൂടുതലാണെങ്കിൽ വല്ല മുള്ളുമുറിക്കിലും ചെന്ന് കേറടാ, കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ആ സ്ത്രീ അത് പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവരും കേട്ടത് പടക്കം പൊട്ടുന്ന പോലെ ഒരു സൗണ്ടാണ്. കവിളിൽ കൈവച്ച് തിരിഞ്ഞ് അവർ കണ്ടത് മുന്നിൽ ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന ലക്ഷ്മിയെയാണ്. അവരെ നോക്കി പല്ലിറുമിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു, ഒന്ന് മുട്ടിയപ്പോഴേക്കും നിനക്ക് ഇത്ര വലുതായി ഫീൽ ചെയ്തെങ്കിൽ നീയാണ് മുരുക്കുമരത്തിൽ കയറേണ്ടത്, അല്ലാതെ എന്റെ കണ്ണേട്ടനല്ല. നിന്റെ ഈ കോലം കണ്ട് കണ്ണേട്ടൻ നിന്നെ ശരിക്കും കയറി പിടിച്ചാലും എനിക്കൊന്നും തോന്നത്തില്ല. ഇത് എന്റെ ഭർത്താവാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാതെ എന്റെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത ആള്. എനിക്കില്ലാത്ത എന്താടി നിനക്കുള്ളത്? നീ ഇപ്പൊ കെട്ടിവരുന്ന് പുറത്തേക്ക് തള്ളി നിർത്തിയതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഇത്രയും കാലമായിട്ടും എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തൊടാത്ത എന്റെ ഭർത്താവ് ഈ പട്ടാപ്പകൽ നിന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ സത്യം, അത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു നീ കരുതുന്നുണ്ടോ? ഈ നിൽക്കുന്നത് എന്റെ വിശ്വാസമാണ്. ഇനി എന്തെങ്കിലും നീ പറഞ്ഞാൽ ചിലപ്പോ നിന്നെ ഞാൻ കൊല്ലും. ലക്ഷ്മി വെട്ടിത്തിരിഞ്ഞ് മുമ്പ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളുടെ മുന്നിലെത്തി വീണ്ടും പറഞ്ഞു, ഒരു പെണ്ണ് തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും അത് തിരുത്താതെ അവൾ പെണ്ണല്ലേ എന്ന് കരുതി സപ്പോർട്ട് ചെയ്യുന്ന നിന്നെപ്പോലുള്ളവന്മാരാടാ ആണുങ്ങൾക്ക് അപമാനം, അല്ലാതെ എന്റെ കണ്ണേട്ടനല്ല. താൻ പറഞ്ഞില്ലേ അമ്മയെയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന്, അത് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് ഇവർ ഇത്രയും പറഞ്ഞപ്പോഴും എന്റെ ഭർത്താവ് കേട്ടു നിന്നത്. താൻ ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്റെ കണ്ണേട്ടന്റെ ഒരടിക്കുണ്ടോ ഇവള്? എന്റെ മോൾക്ക് ഒരു 10 രൂപയുടെ ചോക്ലേറ്റിന് വേണ്ടിയാ എന്റെ ഭർത്താവ് ഇത്രയും കട കയറി ഇറങ്ങിയത്. തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആവണമെങ്കിൽ ആണായാ പോരാ, ആണുങ്ങളുടെ മനസ്സും ഉണ്ടാവണം. എല്ലാം കേട്ടു നിന്ന കണ്ണന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി. ലക്ഷ്മിയെയും ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് കണ്ണൻ ചെന്നു. പെങ്ങളെ, എല്ലാവരെയും ഒരുപോലെ കാണരുത്. നിങ്ങളുടെ ഭർത്താവോ കുടുംബത്തിലുള്ളവരോ അങ്ങനെ ആയതുകൊണ്ടാവണം നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം. എന്നെ പോലുള്ളവർക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ഉള്ള ആശ്വാസവും സ്നേഹവുമാണ് എന്റെ കുടുംബം. എന്റെ പുണ്യമാണ് എന്റെ മക്കൾ. ഈ വിശ്വാസവും സ്നേഹവും ഇല്ലാതാവുമ്പോൾ തകരുന്നത് എന്റെ കുടുംബമാണ്, എന്റെ സന്തോഷങ്ങളാണ്. എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവള് പറഞ്ഞത്. കാരണം എന്റെ ഭാര്യ എന്റെ മനസ്സാണ്. ഈ മനസ്സ് എന്റെ കൂടെയുള്ളിടത്തോളം കാലം എന്റെ സമാധാനവും സന്തോഷവും ഒന്നും തീരാനും പോകുന്നില്ല. ബില്ലടച്ച് ചോക്ലേറ്റ് പൊതിയുമായി ലക്ഷ്മിയും കണ്ണനും ഇറങ്ങുമ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം അവരെ ആരാധനയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത് എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണമെന്ന പ്രാർത്ഥനയായിരുന്നു.